സമയത്ത് ഗെയിം അല്ലാത്ത വേറൊരു വീഡിയോ ആണ് വീട്ടിലുള്ള. അപ്പം ഇതാണ് ഹന്നാൻ്റെ വീട്. വീഡിയോയിൽ ഒരു ദിവസം കിടന്ന് ഒരു ലക്ഷം ഞാനല്ല കളിക്കുന്നത് ആൾക്ക് പറഞ്ഞു. എൻ്റെ വീടാണ് ഇത്. അവൻ താമസിക്കുന്നത് അതാണ് ഉമ്മയുടെ വീട്. എൻ്റെ പണ്ടത്തെ വീട്ടിൽ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നെ ഇവിടുത്തെ സ്വിച്ച് കേട്ടോ ഈ സാധനം ലൈറ്റ് എത്തും. ഇതാണ് എൻ്റെ റൂം. പിന്നെ ഇവിടെ ഒരു അലക്സ ഉണ്ട്. അലക്സ ഓഫ് ചെയ്തിട്ടേക്ക. ഇത് കേടാ പക്ഷെ താഴത്തെ ഉണ്ട്. ഇത് വർക്കിങ്ങ. ഇതാണ് എൻ്റെ മുഴിട്ടിൽ. ഇതാണ് നമ്മളെ എന്താ പറയുക കാറ്റ്. നമ്മളെ മോളത്തെ സിറ്റ് ഔട്ട് വേറെ ബാൽക്കണി എന്നും പറയാം. ഇതിവിടെ നല്ല വ്യൂ ആട്ടോ. അത് നല്ല രസമുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ആയിക്കോട്ടെ. ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു റൂമെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞൊരു ഹോം തിയേറ്ററാണ്. പിന്നെ അവിടെ വേറൊരു ഗസ്റ്റ് റൂമുണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറും. ഇത് വേറെ റൂം, എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ റൂം. പിന്നെ വേറെ റൂം എന്ന് പറയുന്നത് ഇതാ റൂമാണ്. മുകളിലുള്ള താഴത്തൊരു ഗസ്റ്റ് റൂം പോലെ ഉണ്ട്. അതിൽ ഇടക്കൊക്കെ കിടക്കും. ഏറ്റെടുത്ത് തേച്ചിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മാറുവാണെന്ന് വെച്ച് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എടുത്ത് വെച്ച ബാക്ക് ഇതാണ് ബാക്ക്. അവിടെ ഒരു സർവർ റൂം ബാത്റൂം. ഇപ്പുറ സൈഡിൽ ഒരു വീട്. അപ്പുറത്ത് വീടല്ല, ഒരു വീടിൻ്റെ ബാക്കിൽ സ്ഥലം എന്നാണ് പറയാം. ഇതാണ് വേറെ റൂം. ഇതാണ് ദി മിറർ. പിന്നെ ഇവിടെ ചുമ്മാ ഇരിക്കാം. വേണമെങ്കിൽ ബുക്കല്ലെങ്കിൽ ഷൂ എടുത്ത് കൊടുക്കും. ഇപ്പം ആരും കിടക്കാനുള്ള കൊണ്ട് ആരും തോന്നുന്നില്ല. 360 ഇപ്പം എന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? സത്യം പറയാം, കണ്ടിട്ടില്ലേ? പക്ഷെ മോന്തയിൽ ഫോൺ ഉണ്ടായിരുന്നു മാത്രം. എൻ്റെ തന്നെ ഷർട്ട്. ഇത് സ്റ്റഡി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ സൈഡിൽ ഓപ്പൺ കിച്ചൺ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ. പിന്നെ അവിടെ ഇതേപോലത്തെ റൂം. പിന്നെ ഇപ്പുറത്ത് താഴത്ത് എൻ്റെ കാക്കയുടെ റൂം. അവിടെ ഇട്ട് ആ ഉമ്മയുടെ മാപ്പിള റൂമിൻ്റെ താഴത്തായിട്ട് എൻ്റെ ഉമ്മച്ച റൂം. പിന്നെ വേണമെങ്കിൽ ജീവൻ്റെ അടുത്ത് സംസാരിക്കാം. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഇതാണ് വേറൊരു ഗസ്റ്റ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു സ്റ്റോർ റൂമാണ്. ഇതെൻ്റെ ബാഗ്, ഇതെൻ്റെ സോക്സ്, ഇതെൻ്റെ ബുക്ക്. മുകളിലേക്ക് കൊണ്ടുപോകാൻ മടിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ലൈറ്റ് മിറർ അവിടെ ഇട്ടേ.
അപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ചെല്ലു ബാൻഡും മച്ചിടവും. ഇതിവിടെ എല്ലാ റൂമിലും ടച്ച് സ്വിച്ചാണ്. വെയിറ്റ് മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? എൻ്റെ പോകുന്നുണ്ട്. മര്യാദക്കണ്ടിട്ടില്ലെങ്കിൽ പറ, കാണിക്കാം. ഇതവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അത് വേറെ വീഡിയോ കാണിക്കാം. പിന്നെ ഇതാണ് SOS സ്വിച്ച്. ഇത് സ്വിച്ച് ഇവിടെ വെച്ച് നിൽക്കുക. ഉണ്ടെന്നോ അവിടെ മുകളിലത്തെ കുറേ ലൈറ്റ് ഏകദേശം എല്ലാ ലൈറ്റും കത്തും. പിന്നെ ഫോണിലേക്ക് അലാറടിക്കും. ഉമ്മച്ചിനെ കൊണ്ട് കൊന്നുകളാണ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഓട്ടോമേഷൻ ചെയ്തേക്കുന്നത് ക്യൂലിക് എന്ന് പറഞ്ഞൊരു ആപ്പിൽ കൂടിയാണ്. ഫുൾ ഓട്ടോമേഷൻ ഫോണിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്, ഇത് ഞങ്ങളുടെ ഡോറിൻ്റെ ലോക്ക്. ഇതാണ് ഏകദേശം മെയിൻ സാധനം. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ കൂടെ ലൈറ്റ് ഓണും ഓഫും ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് അല്ല, ഇത് ലിവിങ് ഏരിയ. ഇപ്പോൾ ലിവിങ് ഏരിയയിൽ പോയിട്ട് ഇത് ഏരിയല്ലേ ഇവിടെ പോയിട്ട് നെക്കിയ, ഇതിങ്ങനെ നെക്കിയ ലോഡാവാത്ത നെറ്റില്ലേ. ശരിയാക്കിയിട്ട് പറയാം. പിന്നെ ഒരു സമയത്ത് എനിക്കത് ശരിയായില്ല. കരണ്ട് വരുന്നു ഇല്ലൊന്നും. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ ഓരോ റൂമും. ഇത് ഹോള് പറയാൻ പറഞ്ഞു. ലിവിങ് കണ്ടില്ലല്ലോ അല്ലേ? ഭയങ്കര ഇഷ്ട ലൈറ്റ് ആക്കിയിട്ട് കാണാം. ഇതാണ് ലിവിങ്. ഇവിടെ ഈ സാധനം ഗിഫ്റ്റ് ഇട്ടത്, പക്ഷേ എനിക്ക് നല്ല സ്റ്റാൻഡില്ല. സാധനം വർക്ക് ചെയ്യും കേട്ടോ. അതിൻ്റെ മൊത്തം പാട്ടും കേട്ടിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അല്ല, ഈ സാധനം ആദ്യം കറക്കും. നേരത്തെ കറക്കി വെച്ച് സാധനം കുറച്ച് കറങ്ങുമ്പോൾ ഇത്ര കറക്കിയത് ബാക്കി എനിക്ക് കേൾക്കണ്ട, മനുഷ്യൻ്റെ സൗണ്ടാ. ഇത് ലിവിങ്. ഇത്രയാണ് ഈ ഭാഗങ്ങൾ, ലിവിങ് ഏരിയ. അപ്പം ഇത്രയും കണ്ട ശേഷം എൻ്റെ വീടിൻ്റെ അഭിപ്രായവും എങ്ങനെയാണെന്നൊക്കെയുള്ള ഇതും കമൻറ്റിൽ പറയാം. പിന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.